പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശങ്ങളിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച് സമസ്തയിലെ ലീഗ് വിരുദ്ധ നേതാക്കൾ. ഐക്യത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് വാർത്താക്കുറിപ്പിലൂടെ നേതാക്കൾ വ്യക്തമാക്കി. സമവായ ചർച്ചയിലെ ധാരണ സമസ്ത നേതാക്കൾ ലംഘിച്ചെന്ന വിമർശനവുമായി സാദിഖലി ശിഹാബ് തങ്ങൾ പരസ്യ വിമർശനം നടത്തിയിരുന്നു. സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഒടുവിൽ ലീഗ് നേതൃത്വത്തിന് വഴങ്ങി. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചത് പരസ്യമാക്കണമെന്ന ലീഗിന്റെ ആവശ്യം ഹമീദ് ഫൈസിയും ഉമർ ഫൈസിയുമൊക്കെ അടങ്ങുന്ന നേതാക്കൾ അംഗീകരിച്ചു. വാർത്താക്കുറിപ്പിലൂടെയാണ് ഖേദമറിയിച്ചത്. സാദിഖലി തങ്ങൾക്ക് വേദനയുണ്ടാക്കിയ പ്രസംഗത്തിലാണ് ഖേദപ്രകടനം. സമുദായത്തിനകത്തും പുറത്തും യോജിപ്പ് അനിവാര്യമായതിനാൽ സംഘടനാപരമായ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്നാണ് നേതാക്കൾ വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിച്ചത്. ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ സാദിഖലി തങ്ങൾ കേക്ക് കഴിച്ചത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രസംഗമാണ് കനത്ത വിമർശനമുയർത്തിയത്. ഇതിന് പിന്നാലെ ഉമർ ഫൈസി, ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നിവർ പാണക്കാടെത്തി സാദിഖലി തങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് പരസ്യമായി മാപ്പ് പറയണമെന്ന ധാരണയുമുണ്ടാക്കി. എന്നാൽ പരസ്യമായ ഖേദപ്രകടനം സംസ്ഥാന നേതാക്കൾ നടത്താത്തതിൽ സാദിഖലി തങ്ങൾ ഇന്നലെ അതൃപ്തി പരസ്യമാക്കി. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അനുമതിയോടെയാണ് ലീഗിന്റെ പരസ്യ പ്രതികരണം. കാര്യങ്ങൾ അവസാനിച്ചുവെന്ന് ആരും കരുതേണ്ടെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്നും തുറന്നടിച്ചത്. അതിൻ്റെ ഒന്നും കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതണ്ട. ആ വക വിഷയങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. ആവുമ്പോൾ ന്യൂസുകളോട് പറയാം. അങ്ങനെയൊക്കെ നിങ്ങൾ ഓരോന്ന് മനസ്സിൽ കണ്ട് ചോദിച്ചത് എൻ്റെ ഉത്തരവാക്കണ്ട. അല്ല, അതെ നമ്മൾ കൂടുതൽ അതിൽ കൂടുതൽ പ്രതികരണം ഞാൻ പറയില്ല. അതിനെ ചോദിക്കേണ്ട വെറുതെ. ജിഫ്രി തങ്ങളും കൈവിട്ടതോടെയാണ് തുടർച്ചയായ ലീഗ് വിരുദ്ധ നിലപാടെടുക്കുന്ന സംസ്ഥാന നേതാക്കൾ ഖേദപ്രകടനം നടത്തിയത്. സമസ്ത നേതാക്കൾ പാണക്കാടെത്തി ഉണ്ടാക്കിയ ധാരണ പാലിച്ചില്ലെന്ന സാദിഖലി തങ്ങളുടെ വിമർശനം സമസ്ത മുഖപത്രം സുപ്രഭാതം വാർത്തയാക്കിയിരുന്നു. 24 മലപ്പുറം.